ചേട്ടാ പ്രതികരിക്കാനൊന്നുമില്ല. എന്താ പിള്ളേരും ഉണ്ടാക്കി വെച്ചതൊന്നുമല്ല. അച്ഛന്മാരും പിതാക്കന്മാരും ഉണ്ടാക്കി വെച്ചതല്ലേ. പിന്നെ എന്തിനാ വിശ്വാസികളൊക്കെ തമ്മിൽ കിടന്ന് കടിക്കുന്നത്? ഊമാരും ഉണ്ടാക്കട്ടെന്നേ. ഊമാരൊക്കെ ഇതിൻ്റെ പേര് പറഞ്ഞ് ചുമ്മാതാ. ഈ കുർബാന പേര് പറഞ്ഞ് ചുമ്മാ കിടന്ന് കളിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഭയങ്കര പണമിടപാടുകൾ പരിപാടികൾ കിടക്കുന്നുണ്ട്. അത് പുറത്തറിയാതിരിക്കാനുള്ള കളികളാണ്. ഇത് കള്ളത്തരമാണ്. ഇത് മുഴുവൻ കവടത്തരമാണ്. അല്ല, ഈ കുർബാനക്രമമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകീത കുർബാന ചെയ്യിപ്പിക്കാനോ ചെയ്യിക്കാനോ അറിയാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവർക്ക്. ഇത് ചുമ്പ കവടത്തരമാണ്. ഊമാരൊക്കെ അല്ലേ കാണിച്ചു കൂട്ടിയത്. ഊമാർ തന്നെ കിടന്ന് നേരെയാക്കട്ടെ. നമ്മൾ വിശ്വാസികളെതിരെ അങ്ങോട്ടും കിടന്ന് തല്ലുകൂടുന്നത്. ഈ പിതാക്കന്മാരും അച്ഛന്മാരും ഒക്കെ പറഞ്ഞ് വെറും വേഷം കെട്ടുകളാണ്. പണം ഉണ്ടാക്കാൻ പണത്തിൻ്റെ ചിന്തകൾ മാത്രമുള്ള ഇവർക്ക്, ഈ നാറികൾക്കെല്ലാം. അല്ലാതെ ഇത് ഒരു വിശ്വാസി എന്തെങ്കിലും ഒരു തെറ്റിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഉമ്മാർ ചുമ്മാ ഇരിക്കുമെന്ന് പറയുന്നത്. ഉമ്മാർക്ക് എന്ത് വേണ്ട? ഉമ്മാർ എന്തുവാ? ആർക്ക് വേണ്ടിയിട്ടാ? ഈ വിശ്വാസമൊന്നും ഇല്ല, തീർന്നു. ഇനി അടുത്ത തലമുറയൊന്നും ഉമ്മാർക്ക് വേണ്ടിയിട്ട് യാതൊരു ഉമ്മാരെ ഈ ചളത്തരം ഒന്നും കണ്ടുകൊണ്ടിരിക്കത്തൊന്നുമില്ല. ഇത് ചുമ്മാ മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വരുന്ന പൈസ ഉമ്മാർക്ക് കൊണ്ട് കൊടുത്ത് ഉമ്മാർ കിടന്ന് തിന്ന് കൊഴുത്തിട്ട് ഉമ്മാർക്ക് എല്ലിൻ്റെ ഇടയിൽ ഇറച്ചി കയറിയിട്ട് ഉമ്മാർ ആപാത്രം കാണിക്കുക. അത് കണ്ടോട്ട് നമ്മൾ കിടന്ന് ഇവിടെ കിടന്ന് വർത്തമാനം പറഞ്ഞിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞ എന്തിനാ ഇത് ചെയ്യുന്നത്? അത്ര ഒരുത്തനും സ്വോത്ര കാഴ്ച പോലും ഇടാതിരിക്കുക. ഒരുത്തനും 10 പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കുക. ഡയറക്റ്റ് ഏതെങ്കിലും പാവങ്ങളെ കൊണ്ട് സഹായിക്കുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പാവ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന, ഇപ്പം നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. പാവ കുഞ്ഞുങ്ങളെ പഠിപ്പീര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഊമാരെ കൂടെ കെയറപ്പിൽ ഒരു കാര്യവും ചെയ്യാൻ പോലെ പുച്ഛത്തോടെ കാണുക. വെറും വെറുക്കപ്പെട്ട മനുഷ്യനെ പോലൊക്കെ കാണുക. ഈ ലോകധാരികളെയൊക്കെ അങ്ങനെ കണ്ടാൽ മതി. അപ്പൂമാരൊക്കെ പയ്യെ നിലയ്ക്ക് വരും. അല്ലാതെ പറ്റത്തില്ല. പോയി സഭ ഏതായാലും മുടിഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ സ്വത്തുണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മാർക്ക് പുട്ടടിക്കാമല്ലോ. ഉമ്മാരൊന്നും കട്ടുകൊണ്ടുള്ളതല്ലല്ലോ. ഈ വിശ്വാസികൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതല്ലേ. അത് ഉമ്മാർക്ക് പുട്ടടിക്കാൻ പറ്റി ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പുട്ടടിക്കട്ടെ, അത്ര തന്നെ.